മാർക്കറ്റിനെ സംബന്ധിച്ച് കൂടുതൽ അപ്ഡേറ്റും അനാലിസുമായി നമ്മുടെ ഇൻഹൗസ് എക്സ്പെർട്ട് ശ്രീ പ്രദീപ് ചന്ദ്രശേഖർ സാർ ഇപ്പോൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നതാണ്. സാർ, ഗുഡ് മോർണിംഗ്. മോർണിംഗ് വിഷ്ണു, മോർണിംഗ് വ്യൂവേഴ്സ്. സാർ, നമുക്ക് ആദ്യം തന്നെ യു എസ് മാർക്കറ്റിലോട്ട് തന്നെ ഒന്ന് പോകാം. യു എസ് മാർക്കറ്റിലോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് വലിയ തോതിലുള്ള ഒരു ഇടിവ് രേഖപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും മാർക്കറ്റിൽ ആ ഒരു ട്രംപിൻ്റെ താരിഫുമായി ബന്ധപ്പെട്ടുള്ള വലിയ അനിശ്ചിതത്വം ഉണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് സ്റ്റോക്കിലെ പ്രധാനപ്പെട്ട സൂചികകളിലോട്ട് പോകുമ്പോൾ നമ്മൾ കണ്ടത് എല്ലാ സൂചികകളും, അതായത് ആ ഒരു ഡൗ ജോൺസ് അല്ലെങ്കിൽ S&P 500, നാസ്ഡാക്ക് തുടങ്ങിയ സൂചികളൊക്കെ തന്നെ 5% മുകളിലേക്കുള്ള വലിയ ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു കൂപ്പുകുത്തൽ രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആയിരുന്നു കാഴ്ചവെച്ചത്. അമേരിക്കൻ മാർക്കറ്റിൽ താങ്കളുടെ ഒരു വ്യൂ എന്താണ്? വിഷ്ണു, നമുക്ക് കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷൻസിൽ അമേരിക്കൻ വിപണിയിൽ വലിയൊരു സെൽ ഓഫ് ആയിരുന്നു കാണാൻ സാധിച്ചത്. വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും നമുക്ക് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. അതിനെ തുടർന്ന് ഡെഫിനറ്റ്ലി ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നാസ്ഡാക്കിലും ഡൗ ജോൺസിലും രണ്ടിലും വളരെ ബെയർഷേ മാറിയിട്ടുണ്ട്. പക്ഷെ ഇത്രയും വലിയൊരു കനത്ത സെൽ ഓഫിനെ തുടർന്ന് ഈ ആഴ്ച എപ്പോഴെങ്കിലും നമുക്കൊരു ഷോർട്ട് കവറിങ്ങിന് വേണ്ടി നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ബട്ട് ആ ഷോർട്ട് കവറിങ് നടക്കുന്ന സമയത്ത് നമുക്കത് ഒരു ബൈയിങ് അവസരമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ 38,000 പോയിന്റ് ആയിരിക്കും ഇനിയുള്ള ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ലെവൽ കാണാൻ സാധിക്കുന്നത്. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ 17,200 പോയിന്റ് ആയിരിക്കും ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ. കമ്മോഡിറ്റി മാർക്കറ്റിലോട്ട് വരുമ്പോഴും വലിയ തോതിലുള്ള അല്ലെങ്കിൽ ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് നിലവിൽ ഇപ്പോൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബ്രെൻഡ് ക്രൂഡിലും ക്രൂഡ് ഓയിലൊക്കെ 3% മുകളിലേക്കുള്ള ഒരു സെൽ ഓഫ് ആണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. ക്രൂഡിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ക്രൂഡായിരുന്നു നമ്മളെ ഏറ്റവും അധികം ആകർഷിച്ചത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൂഡ് കഴിഞ്ഞ ഒരു 2-3 ആഴ്ചക്കിടെ നല്ലൊരു റിക്കവറി നടത്തി ട്രെൻഡ് റിവേഴ്സലിന് ഒരു നല്ല സെറ്റപ്പ് ആയിരുന്നു ക്രിയേറ്റ് ചെയ്തു വെച്ചത്. $72 ആയിരുന്നു നമ്മൾ ശ്രദ്ധിച്ചിരുന്ന മേജർ റെസിസ്റ്റൻസ് ഏരിയ. ബട്ട് കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ എന്താ സംഭവിച്ചിരിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ആ റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു എന്ന് മാത്രമല്ല, അതിന്റെ ഇമ്മീഡിയറ്റ് സപ്പോർട്ട്സ് ആയിട്ടുള്ള 63, 64, 63 ഇതെല്ലാം ബ്രേക്ക് ചെയ്തുകൊണ്ട് വളരെ വീക്കായിട്ടായിരുന്നു ക്ലോസ് ചെയ്തത്. ഇതിനെ തുടർന്ന് വീണ്ടും ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിട്ടുണ്ട്. സാർ, ഇനി നമുക്ക് കമ്മോഡിറ്റി മാർക്കറ്റിലെ മറ്റൊരു സെക്ടറായ ഗോൾഡിലോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഗോൾഡ് ഒരു ഫ്ലാറ്റിഷ് ഇടിവിലാണ് നിലവിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 0.3% ഒരു നേരിയ ഇടിവ് മാത്രമാണ് ഗോൾഡിൽ നമുക്ക് ഈ ഒരു നിമിഷം കാണാൻ സാധിക്കുന്നത്. 3027 എന്നൊരു ലെവലിലാണ് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വർണ്ണത്തിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സ്വർണത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ ആഴ്ച നമുക്കൊരു റെക്കോർഡ് ഓൾ ടൈം ഹൈ ആയിരുന്നു സ്വർണത്തിൽ കാണാൻ സാധിച്ചത് $3,147 ലെവലിൽ. അതിനുശേഷം സ്വർണത്തിന്റെ കേസിലും ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നിട്ടുണ്ട്. അറ്റ് ദ മൊമെന്റ് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് $3,000 ലെവലിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിലെ സ്വർണത്തിലെ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരവും കാണാൻ സാധിക്കുന്നില്ല. നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരാം. ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരുമ്പോൾ നമുക്ക് നിഫ്റ്റി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് 22,904 എന്നൊരു ലെവലിലാണ് ഇപ്പോൾ ക്ലോസ് ചെയ്ത് നിൽക്കുന്നത്. അതായത് 345 പോയിൻറ്റിൻ്റെ ഒരു ഇടിവ് കാണാൻ സാധിക്കുന്നുണ്ട്. 1.5% ഒരു വലിയ ഇടിവായിരുന്നു നമുക്ക് നിഫ്റ്റി 50യിൽ കഴിഞ്ഞ ഒരു ക്ലോസിംഗ് ഡേയിൽ കാണാൻ സാധിച്ചത്. നിഫ്റ്റി 50യിൽ താങ്കൾ ഇനി വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി 50യുടെ കേസിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നമുക്ക് നല്ലൊരു ഹെൽത്തി പ്രോഫിറ്റ് ടേക്കിംഗ് ആയിരുന്നു കാണാൻ സാധിച്ചത്. മാർച്ച് മാസത്തിൽ നമുക്ക് കാണാൻ സാധിച്ച ആ ഒരു നേട്ടത്തിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിരുന്നു, ലോങ് ടേം ട്രെൻഡ് ബെയറിഷായി തുടരുന്നു. നിഫ്റ്റി 50യുടെ കേസിൽ നമ്മളിപ്പോൾ ഈ ആഴ്ച ശ്രദ്ധിച്ചിരിക്കേണ്ട 2 റെസിസ്റ്റൻസ് ലെവൽ സപ്പോർട്ട് ലെവൽ. ആദ്യത്തെ 22,700 പോയിന്റും അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 22,000 പോയിന്റും ആയിരിക്കും. ഈ 2 സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നിഫ്റ്റി 50ക്ക് അവിടെ നിന്നും ഒരു റിക്കവറി നമുക്ക് നൽകാൻ നല്ല ചാൻസസ് ഉണ്ട്. സാർ, നമുക്കിനി ബാങ്കിങ് സൂചികയിലോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് 51,502 എന്നുള്ളൊരു നിലയിലാണ് ഇപ്പോൾ ഒരു ക്ലോസിംഗ് നിൽക്കുന്നത്. 94 പോയിൻറ്റിൻ്റെ ഒരു നേരിയ ഇടിവ് മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. 0.18%. ട്രേഡിംഗ് നോക്കുമ്പോഴും വലിയ തോതിലുള്ള ഒരു ഫോള് നമുക്ക് കാണാൻ സാധിച്ചില്ല. ഒരു കൺസോൾട്ടേഷൻ രീതിയിലായിരുന്നു മാർക്കറ്റ് മൂവ് ചെയ്തിരുന്നത് ഉച്ചവരെ. ഉച്ചയ്ക്ക് ശേഷമാണ് ചെറിയൊരു അല്ലെങ്കിൽ ഒരു ഇൻട്രാഡേ ലോ അന്നത്തെ ബ്രേക്ക് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ താങ്കൾ ഇനി വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? വിഷ്ണു പറഞ്ഞത് വളരെ ശരിയാണ്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് നമുക്കൊരു കൺസോൾട്ടേഷൻ പാറ്റേൺ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നിഫ്റ്റി ബാങ്കിൽ ബുള്ളിഷായി തുടരുന്നു.
എങ്കിലും നമുക്കൊരു ലോ റിസ്ക് ബൈങ് അവസരം നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ ലഭിക്കണമെങ്കിൽ ഈ ആഴ്ചത്തെ വ്യാപാരത്തിൽ 52,100 പോയിന്റിന്റെ മുകളിൽ ക്ലോസ് ചെയ്യണം. അറ്റ് ദ സെയിം ടൈം നമ്മുടെ കൈവശം ലോങ് പൊസിഷൻസ് എസ്പെഷ്യലി ട്രേഡിങ്ങിന് വേണ്ടി നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ 50,700 പോയിന്റ് സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കണം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ അവിടെ നിന്നും അടുത്ത മേജർ സപ്പോർട്ട് കാണാൻ സാധിക്കുന്ന 50,000 പോയിന്റില്ല. സർ, ഒരു സ്റ്റോക്കിംഗ് ഫോക്കസിലോട്ട് വരുമ്പോൾ നമ്മുടെ കയ്യിൽ ആദ്യമായി ചോദിക്കാനുള്ള സ്റ്റോക്ക് ആസ്റ്റർ ഡി എം ആണ്. ആസ്റ്റർ ഡി എം നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു ട്രേഡിംഗ് ഡേയിൽ 0.9% ഒരു ഇടിവ് രേഖപ്പെടുത്തിയാണ് ട്രേഡിംഗ് ക്ലോസ് ചെയ്തത്. 482 ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിൻ്റെ കഴിഞ്ഞ ഒരു മന്ത്ലി പെർഫോമൻസ് നോക്കുമ്പോൾ നമുക്കൊരു 19%-യൊക്കെ നേട്ടം രേഖപ്പെടുത്തിയാണ് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡിംഗ് ചെയ്ത് നിൽക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ആസ്റ്റർ ഡി എം ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ആക്ച്വലി മാർച്ച് മാസത്തിന് ശേഷം നിഫ്റ്റി അപേക്ഷിച്ച ഒരു ഔട്ട് പെർഫോമൻസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അറ്റ് ദ മൊമെന്റ് ആസ്റ്റർ ഡി എമ്മിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് ഏരിയ 463. ഈ സ്റ്റോക്കിൽ നമുക്കൊരു പുതിയ ബൈങ് അവസരം ലഭിക്കണമെങ്കിൽ നമ്മൾ 502 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീട് കാണാൻ സാധിക്കുന്ന റെസിസ്റ്റൻസ് ലെവൽ 520, 535. അടുത്തൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് ഏഞ്ചൽ വൺ ആണ്. നിലവിൽ കഴിഞ്ഞ ദിവസം ഒരു ട്രേഡിൽ നോക്കുമ്പോൾ വലിയ സെൽ ഓഫ് ഈ ഒരു ഓഹരിയിൽ നമ്മൾ കണ്ടിരുന്നു. 7.16% ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയത്. നിലവിൽ 2285 എന്നുള്ളൊരു പ്രൈസിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റോക്കിൻ്റെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വീക്കിലി പെർഫോമൻസ് നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു 2 വീക്കിന് മുമ്പ് വലിയ തോതിലുള്ള ഒരു നേട്ടം രേഖപ്പെടുത്തിയായിരുന്നു. അതായത് 20% ഒരു നേട്ടം ഈ ഒരു സ്റ്റോക്ക് 17 മാർച്ചിൽ തുടങ്ങിയ ഒരു വീക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് തുടർന്ന് 2 വീക്കിലും ചെറിയൊരു ഇടിവ് രേഖപ്പെടുത്തിയാണ് ട്രേഡ് ചെയ്ത് നിൽക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഏഞ്ചൽ വണ്ണിന്റെ കേസിലും നമുക്ക് മാർച്ച് മാസത്തിന് ശേഷം ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചിരുന്നു. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡിൽ ഒരു ബുള്ളിഷ്നെസ് വന്നിട്ടുണ്ട്. ബട്ട് എങ്കിലും നമ്മൾ നേരത്തെ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിനെ കുറിച്ച് സംസാരിച്ചതുപോലെ തന്നെ ഏഞ്ചൽ വണ്ണിന്റെ കേസിലും കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമുക്കൊരു കൺസോൾട്ടേഷനെ കാണാൻ സാധിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് ഏരിയ 2265 രൂപ. ബട്ട് ഇതിന്റെ ഒരു മേജർ ട്രെൻഡ് റിവേഴ്സൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ 2600 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. അടുത്തൊരു സ്റ്റോക്ക് ചോദിക്കാനുള്ളത് ആസ്ട്രൽ ലിമിറ്റഡ് ആണ്. ആസ്ട്രൽ ലിമിറ്റഡ് നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസം 1.58% ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയ ഒരു സ്റ്റോക്ക് നിൽക്കുന്നത്. 1336 ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസത്തെ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളായി നേരിയ ഒരു അല്ലെങ്കിൽ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു ഡൗൺ സൈഡ് പോകുന്ന സ്റ്റോക്കായിരുന്നു. എന്നാൽ ഈ മാസത്തെ ഒരു ട്രേഡിൽ നോക്കുമ്പോൾ ഒരു 3% നേട്ടം രേഖപ്പെടുത്തിയാണ് ഇപ്പോൾ സ്റ്റോക്ക് നിൽക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അസ്ത്ര ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് മാർച്ച് മാസത്തിന് ശേഷം ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറി. ബട്ട് അഗെയിൻ നമ്മൾ മറ്റ് ചില സ്റ്റോക്സിനെ കുറിച്ച് ഇപ്പോൾ സംസാരിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ ഒരു കൺസോൾട്ടേഷനെ കാണാൻ സാധിക്കുന്നത്. കൈവശം നമുക്ക് ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 655 രൂപ. ആൻഡ് ആസ് എ റെസിസ്റ്റൻസ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ആദ്യത്തെ ലെവൽ 712. അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 740, അതിനുശേഷം 785. അടുത്തൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് AU ബാങ്ക് ആണ്. നിലവിൽ 2% ഒരു ഇടിവായിരുന്നു നമുക്ക് ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ കാണാൻ സാധിക്കുന്നത്. 552 എന്നുള്ളതാണ് ലാസ്റ്റ് ട്രേഡർ പ്രൈസായി ഒരു സ്റ്റോക്കിൻ്റെ കാണാൻ സാധിക്കുന്നത്. ഈ AU സ്മോൾ ഫൈനാൻസ് ബാങ്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? AU സ്മോൾ ഫൈനാൻസ് ബാങ്കിന്റെ കേസിൽ നമുക്ക് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ വലിയൊരു സെൽ ഓഫ് ആയിരുന്നു കാണാൻ സാധിച്ചത്. ബട്ട് ഈ ഒരു സ്റ്റോക്ക് സ്റ്റഡി ചെയ്യുമ്പോഴേക്കും കഴിഞ്ഞ മാർച്ച് 18 ആയിരുന്നു ഇതൊരു മേജർ ബോട്ടം അറൌണ്ട് 480 രൂപ നമുക്ക് നൽകിയത്. അതിനുശേഷം ഈ സ്റ്റോക്കിൽ ഒരു നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഷോർട്ട് ടേമിന് വേണ്ടി ഫോം ചെയ്തിട്ടുണ്ട്. ഈ ആഴ്ചത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 567 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 580. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ പിന്നീട് 600-625 ആയിരിക്കും മേജർ റെസിസ്റ്റൻസ് ലെവൽ.
അടുത്തൊരു സ്റ്റോക്ക് ചോദിക്കാനുള്ളത് ബാങ്കിങ് സെക്ടറിൽ നിന്ന് തന്നെയാണ്. ആക്സിസ് ബാങ്കിനെ പറ്റിയാണ് അറിയേണ്ടത്. 0.1% ഒരു നേട്ടമാണ് കഴിഞ്ഞൊരു ട്രേഡിംഗ് ഡേയിൽ ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തിയത്. 1901 ലാസ്റ്റ് ട്രേഡ് പ്രൈസായിട്ട് കാണാൻ സാധിക്കുന്നു. സ്റ്റോക്ക് നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ അല്ലെങ്കിൽ ആ ഒരു ജനുവരിക്ക് മുമ്പൊക്കെ തൊട്ടൊരു ഇടിവ് രേഖപ്പെടുത്തി വന്നിരുന്ന സ്റ്റോക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഫെബ്രുവരി മാസത്തിലും മാർച്ച് മാസത്തിലും പോസിറ്റീവായൊരു ക്ലോസിംഗ് നൽകാൻ സാധിച്ചിട്ടുണ്ട് ഈ ഒരു സ്റ്റോക്കിന്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ നമുക്കൊരു നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റോക്കിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടൊരു റെസിസ്റ്റൻസ് കാണുന്നത് 1125 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് ടേം ട്രെൻഡ് പോലും ബുള്ളിഷായി മാറും. ഈ സ്റ്റോക്കിന്റെ ഒരു മേജർ സപ്പോർട്ട് ഏരിയ എനിക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് 1050 രൂപയല്ല. സോ ഈ അടുത്ത 2-3 ട്രേഡിംഗ് സെഷൻസിൽ വോളറ്റിലിറ്റി വളരെ അധികമാകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഏത് സ്റ്റോക്കിലും നമുക്കൊരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ മാർക്കറ്റ് സെറ്റിൽ ഡൗൺ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അതിനുശേഷം കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ പിന്നെ അതിനുശേഷം ഈ റെസിസ്റ്റൻസ് ലെവൽസ് ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ലോങ് പൊസിഷൻസ് കൺസിഡർ ചെയ്യുക. വളരെ ടെസ്റ്റിംഗ് പീരിയഡ് ആയിരിക്കും അടുത്ത 2-3 ആഴ്ചകൾ. അടുത്തൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് ഗുജറാത്ത് ഗ്യാസ് ലിമിറ്റഡാണ്. 3.9% ഒരു ഇടിവാണ് ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ ഈ ഒരു സ്റ്റോക്ക് കാഴ്ചവെച്ചത്. 396 ലാസ്റ്റ് ട്രേഡഡ് പ്രൈസായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിനെ പറ്റി നോക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി തന്നെ ഒരു ഇടിവ് രേഖപ്പെടുത്തി വന്നിരുന്ന സ്റ്റോക്ക് കഴിഞ്ഞ ഒരു ഫെബ്രുവരി മാസത്തിൽ ഏകദേശം 23% ഇടിവ് രേഖപ്പെടുത്തിയെങ്കിൽ തന്നെയും കഴിഞ്ഞ മാർച്ച് മാസം നോക്കുമ്പോൾ ഒരു നേരിയ ഒരു ബൗൺസ് ബാക്ക് അല്ലെങ്കിൽ ഒരു 11% നേട്ടത്തിലൊക്കെ എത്തിയാണ് സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ ഇനി താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? Gujarat Gas is a small cap stock, but ഈ ഒരു സ്റ്റോക്കിലും നമുക്ക് കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സ്റ്റോക്കിൽ കഴിഞ്ഞ ആഴ്ച മുഴുവൻ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നിരുന്നു. ഇതിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു സപ്പോർട്ട് ഏരിയ 390 രൂപ ടെസ്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ ആഴ്ച ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിന് ആ ലെവലിൽ നിന്നും വീണ്ടും ഒരു അപ് മൂവ് തരാൻ നല്ല ചാൻസസ് ഉണ്ട്. ഈ സ്റ്റോക്കിൽ ആദ്യം തന്നെ എനിക്ക് കാണാൻ സാധിക്കുന്ന ഏറ്റവും മുഖ്യമായിട്ടൊരു റെസിസ്റ്റൻസ് ഏരിയ 427 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 480, 500, 525 ആയിരിക്കും അടുത്ത മേജർ റെസിസ്റ്റൻസ് ലെവൽസ്. അടുത്തൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് JK ടയർ ആൻഡ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആണ്. സ്റ്റോക്ക് നോക്കുമ്പോൾ ഒരു 4.8% ഇടിവാണ് ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 278.4 എന്നുള്ളതാണ് ഒരു ലാസ്റ്റ് ട്രേഡ് പ്രൈസായിട്ട് ഈ ഒരു സ്റ്റോക്കിൻ്റെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? JK ടയർസ് വീണ്ടും ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ആൻഡ് JK ടയർസിന്റെ കേസിലും നമുക്ക് മാർച്ച് മാസത്തിന് ശേഷം ഒരു നേരിയ റിക്കവറി കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സ്റ്റോക്കിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് കാണുന്നത് 305 രൂപയല്ല. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 320, 340 ആയിരിക്കും അടുത്ത 2 റെസിസ്റ്റൻസ് ലെവൽസ്. ഈ സ്റ്റോക്കിൽ ഏറ്റവും അധികം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഇതിന്റെ ലോങ് ടേം ട്രെൻഡ് ഈസ് ബെയറിഷ്. നമ്മൾ ടയർ മേഖലയിൽ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഏറ്റവും ഇന്ത്യയിലുള്ള ഏറ്റവും വാല്യുബിൾ സ്റ്റോക്സിൽ ഉൾപ്പെട്ടിട്ടുള്ള MRF ടയർസിലെ ഏറ്റവും നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് കാണാൻ സാധിക്കുന്നത്. MRF ടയർസിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡിൽ നമുക്ക് ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കുന്നത്. MRF ടയറിന്റെ കേസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് ഇപ്പൊ കാണാൻ സാധിക്കുന്ന 1,16,050, 1,16,50 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഈ സ്റ്റോക്കില് ഷോർട്ട് ടേമിൽ തന്നെ നല്ലൊരു റിക്കവറിയാണ് ഞാൻ കാണാൻ സാധിക്കുന്നത്. 1,20,000, 1,23,000 രൂപയായിരിക്കും അടുത്ത 2 മേജർ റെസിസ്റ്റൻസ് ലെവൽസ്. അടുത്തൊരു സ്റ്റോക്ക് ചോദിക്കാനുള്ളത് IT സെക്ടറിൽ നിന്നാണ്. വിപ്രോയെ പറ്റിയാണ് അറിയേണ്ടത്. 3.92% ഒരു ഇടിവാണ് കഴിഞ്ഞ ഒരു ട്രേഡിംഗ് ഡേയിൽ ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തിയത്. 246 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡ് പ്രൈസുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൻ്റെ ഈ ഒരു വർഷത്തെ ട്രേഡിംഗ് നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഫെബ്രുവരി തൊട്ട് അല്ലെങ്കിൽ ഫെബ്രുവരി മാർച്ചൊക്കെ ഒരു ഇടിവ് രേഖപ്പെടുത്തിയാണ് സ്റ്റോക്ക് നിലവിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു മാസം നോക്കുമ്പോഴും നിലവിൽ ഒരു ബെയറിഷ് ആയിട്ടുള്ളൊരു ഇടിവാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കൾ ഇനി വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? നമ്മൾ IT മേഖല നോക്കുമ്പോഴേക്കും എനിക്ക് കഴിഞ്ഞ ആഴ്ചയുടെ തുടക്കത്തിൽ എനിക്ക് TCS, HCL ടെക്നോളജി, കൊഫോജ് മുതലായ സ്റ്റോക്സിലൊക്കെ ഒരു ബുള്ളിഷ് സെറ്റപ്പ് കാണാൻ സാധിച്ചിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ട്രംപിന്റെ പുതിയ ടാരിഫ് നയത്തെ തുടർന്ന് എന്താ നമുക്ക് കാണാൻ സാധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻറ്റയർ IT സെക്ടറിൽ നമുക്കൊരു വലിയ സെൽ ഓഫ് ആയിരുന്നു കാണാൻ സാധിച്ചത്. അതിനെ തുടർന്ന് ആ ബുള്ളിഷ് സെറ്റപ്പ് എല്ലാം തന്നെ നെഗേറ്റ് ചെയ്യപ്പെട്ടു. ആൻഡ് അതിനുശേഷം വീണ്ടും
നിലവിലുള്ള ലോങ് ടേം ബെയറിഷ് ട്രെൻഡ് റെസ്യൂം ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു കാണാൻ സാധിച്ചത്. അറ്റ് ദ മൊമെന്റ് എനിക്ക് ടെക്നോളജി സ്റ്റോക്സിൽ ഒരു സ്റ്റോക്കിൽ പോലും എനിക്കൊരു ബൈങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ വരും സെഷൻസിൽ വീണ്ടും എൻറ്റയർ ടെക്നോളജി സ്റ്റോക്സിൽ ഒരു സെല്ലിംഗ് പ്രഷർ നേരിടും. അതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിച്ചു വേണം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് നിലനിർത്താനായിട്ട്, ബിക്കോസ് ദർ ഇസ് സ്റ്റിൽ എ ലോട്ട് ഓഫ് പെയിൻ. അടുത്തൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് ഗെയിലാണ്. നിലവിൽ കഴിഞ്ഞൊരു ട്രേഡിംഗ് ഡേയിൽ 3.8% ഇടിവ് രേഖപ്പെടുത്തിയ സ്റ്റോക്ക് 176 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡഡ് പ്രൈസിലാണ് നിൽക്കുന്നത്. സ്റ്റോക്കിൻ്റെ ഒരു പാസ്റ്റ് ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞ 2 വീക്കുകളിലും ഒരു പോസിറ്റീവായ രീതിയിൽ ക്ലോസ് ചെയ്യാൻ സ്റ്റോക്കിന് സാധിച്ചിട്ടുണ്ട്. സ്റ്റോക്ക് കൂടാതെ നമ്മളൊരു മാർച്ചിലെ ട്രേഡിംഗ് എടുക്കുമ്പോഴും 17% ഒരു നേട്ടം രേഖപ്പെടുത്തിയാണ് ട്രേഡിംഗ് ചെയ്തിപ്പോൾ നിൽക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഗെയിലിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ട് കാണുന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഈ സ്റ്റോക്കിൽ ഒരു കൺസോൾട്ടേഷൻ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ട്. ഈ ആഴ്ചത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 2 മേജർ സപ്പോർട്ട്, ആദ്യത്തെ 168ഉം അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 162ഉം. എനിക്ക് തോന്നുന്നില്ല ഈ സ്റ്റോക്ക് 162ന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമെന്ന്. എങ്കിലും നമുക്ക് ഇന്നത്തെ വ്യാപാരത്തിൽ ലോ റിസ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണുന്നില്ല. ലെറ്റ് us വെയിറ്റ് ആൻഡ് വാച്ച്. അടുത്തൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് യൂണിയൻ ബാങ്കാണ്. യൂണിയൻ ബാങ്ക് കഴിഞ്ഞ ഒരു ദിവസത്തെ ട്രേഡിങ്ങിൽ വലിയ രീതിയിലുള്ള ഒരു ഫാൾ രേഖപ്പെടുത്തിയിരുന്നു. ഏകദേശം 7% അടുത്ത ഒരു ഇടിവാണ് യൂണിയൻ ബാങ്കിൻ്റെ ഒരു ട്രേഡിങ്ങിൽ കാണാൻ സാധിച്ചത്. 122 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? യൂണിയൻ ബാങ്കിന്റെ കേസിലും നമുക്ക് ഈ കഴിഞ്ഞ 2-3 ആഴ്ചകൾക്കിടെ നല്ലൊരു റിക്കവറിയാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് തീർച്ചയായിട്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ബട്ട് വെള്ളിയാഴ്ചത്തെ ട്രേഡിൽ ഈ സ്റ്റോക്കിൽ വലിയൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ആയിരുന്നു നടന്നത്. സോ നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 115 രൂപ. ഇന്നത്തെ ട്രേഡിൽ ലോ റിസ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. അടുത്തൊരു സ്റ്റോക്ക് ചോദിക്കാനുള്ളത് എവരിഡേ ഇൻഡസ്ട്രീസിനെ പറ്റിയാണ്. എവരിഡേ ഇൻഡസ്ട്രീസിൻ്റെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ 4.7% ഒരു ഇടിവാണ് നമുക്ക് ഈ ഒരു സ്റ്റോക്കിൻ്റെ ട്രേഡിങ്ങിൽ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? എവറിഡേ ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ഈ ഒരു സ്റ്റോക്കിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഈ ഒരു സ്റ്റോക്കിൽ അറ്റ് ദ മൊമെന്റ് നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 285 രൂപ. അടുത്തൊരു സ്റ്റോക്ക് ചോദിക്കാനുള്ളത് അമരരാജയാണ്. അമരരാജ എനർജി നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് 2.24% ഒരു ഇടിവാണ് ഈ ഒരു സ്റ്റോക്കിൻ്റെ ട്രേഡിങ്ങിൽ നമുക്ക് കഴിഞ്ഞൊരു ദിവസം കാണാൻ സാധിച്ചത്. സ്റ്റോക്ക് നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ വർഷം ജൂലൈ തൊട്ട് കണ്ടിന്യൂസ്ലി ഒരു ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട് സ്റ്റോക്ക് ഒരു മന്ത്ലി പെർഫോമൻസ് നോക്കുമ്പോൾ. എന്നാൽ ലാസ്റ്റ് മന്ത് നോക്കുമ്പോഴത്തേക്ക് ഒരു 2% ഒരു നേരിയ നേട്ടം രേഖപ്പെടുത്തിയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അമര രാജ ബാറ്ററിയുടെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് കഴിഞ്ഞ 2 മാസത്തെ ഒരു ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും ഈ സ്റ്റോക്ക് 920 രൂപയ്ക്ക് അടുത്ത് ഒരു സപ്പോർട്ട് ബേസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഈ സ്റ്റോക്കിൽ നമുക്ക് ഷോർട്ട് ടേമിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ കാണണമെങ്കിൽ ആദ്യം തന്നെ 1060ഉം അതിനുശേഷം 1120ന്റെയും റെസിസ്റ്റൻസ് ലെവൽസ് ബ്രേക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ഷോർട്ട് ടേമിൽ ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കത്തുള്ളൂ. അടുത്തൊരു സ്റ്റോക്ക് ചോദിക്കാനുള്ളത് ടാറ്റ സ്റ്റീലിനെ പറ്റിയാണ്. ടാറ്റ സ്റ്റീൽ കഴിഞ്ഞ ദിവസം ഒരു സെക്ടർ വൈസ് പെർഫോമൻസ് ഒക്കെ നോക്കുമ്പോൾ സ്റ്റീലൊക്കെ വലിയ രീതിയിലുള്ള ഒരു ഫോളോ രേഖപ്പെടുത്തിയിരുന്നു. എന്നാലും ടാറ്റ സ്റ്റീലിലും 8.61% ഒരു ഇടിവാണ് ലാസ്റ്റ് ട്രേഡിംഗ് ഡേ നമുക്ക് കാണാൻ സാധിച്ചത്. 140 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസിലാണ് ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടാറ്റ സ്റ്റീലിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ടാറ്റ സ്റ്റീൽ നമുക്ക് ജനുവരി മാസത്തിന്റെ ആരംഭം മുതൽ തന്നെ നമുക്ക് നിഫ്റ്റി 50 അപേക്ഷിച്ച് ഒരു ഔട്ട് പെർഫോമൻസ് ആയിരുന്നു നമുക്ക് നൽകിയിരുന്നത്. ബട്ട് എങ്കിലും വെള്ളിയാഴ്ചത്തെ ട്രേഡിൽ ഹെവി സെല്ലിംഗ് ആയിരുന്നു ടാറ്റ സ്റ്റീൽ നേരിട്ടത്. അതിനെ തുടർന്ന് എനിക്ക് തോന്നുന്നത് ടാറ്റ സ്റ്റീലിൽ ഒരു നെഗറ്റീവ്, അതായത് ഒരു ബെയറിഷ് ട്രെൻഡ് റിവേഴ്സൽ നടക്കാൻ ഒരു ഹൈ പോസിബിലിറ്റി കാണുന്നുണ്ട്. നമ്മൾ പുതിയ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യണം. 135 രൂപയിൽ നമ്മളൊരു സ്റ്റോപ്പ് ശ്രദ്ധിച്ച് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിൽ ഒരു ഇന്നത്തെ ട്രേഡിലോ ഇല്ലെങ്കിൽ നാളത്തെ ട്രേഡിലോ എനിക്കൊരു ലോങ് ടേം ട്രെൻഡ് റിവേഴ്സലിന് ഒരു പോസിബിലിറ്റി കാണാൻ സാധിക്കുന്നില്ല. ഇതിനോടൊപ്പം തന്നെ നമ്മൾ എൻറ്റയർ മെറ്റൽ സെക്ടർ നോക്കുമ്പോഴേക്കും നാഷണൽ അലുമിനിയത്തിലും ഹിൻഡാൽകോ മുതലായ സ്റ്റോക്സിലൊക്കെ നമുക്ക് കഴിഞ്ഞ ആഴ്ച ഹെവി സെല്ലിംഗ് ആയിരുന്നു കാണാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മൾ മെറ്റൽ സെക്ടറിൽ തന്നെ നമ്മൾ വളരെ കെയർഫുൾ ആൻഡ് ശ്രദ്ധിച്ചു വേണം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്.
സാർ അടുത്തൊരു സ്റ്റോക്ക് ചോദിക്കാനുള്ളത് ക്യാംസിനെ പറ്റിയാണ്. ക്യാംസ് നമ്മൾ ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസം 3.6% ഒരു ഇടിവ് രേഖപ്പെടുത്തി 3683 എന്നുള്ള ഒരു പ്രൈസിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റോക്കിൻ്റെ ഒരു പാസ്റ്റ് ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ജാനുവരി ഫെബ്രുവരി മാസം ഈ 2 മാസം കൊണ്ട് ഏകദേശം 40% അടുത്ത ഒരു കറക്ഷനാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയത്. എന്നാൽ മാർച്ചിൽ ഈ ഒരു സ്റ്റോക്ക് 18% ഒരു നേട്ടം രേഖപ്പെടുത്തിയാണ് ക്ലോസ് ചെയ്തത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഇനിയൊരു ടേക്ക് എന്താണ്? ക്യാൻസ് ആദ്യം തന്നെ നമ്മൾ ഓർക്കേണ്ടത് ഇറ്റ്സ് എ മിഡ് ക്യാപ് സ്റ്റോക്ക്. ആൻഡ് ഈ ഒരു സ്റ്റോക്കിൽ മാർച്ച് മാസത്തിന് ശേഷം നമുക്ക് നേരിയ റിക്കവറി കാണാൻ സാധിച്ചിട്ടുണ്ട്. ബട്ട് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ സ്റ്റോക്ക് ഒരു കൺസോൾട്ടേഷൻ ഫേസിലോട്ട് നീങ്ങിയിട്ടുണ്ട്. ഈ സ്റ്റോക്കിൽ നമ്മൾ ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 3900 രൂപ. 3900 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമുക്ക് ഷോർട്ട് ടേമിൽ ഒരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കും. അതിനുശേഷമുള്ള മേജർ റെസിസ്റ്റൻസ് 4350 രൂപയിലാണ് കാണുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 3500 രൂപയുടെ സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കണം. സാർ അടുത്തൊരു സ്റ്റോക്ക് ചോദിക്കാനുള്ളത് ജിയോ ഫൈനാൻസിനെ കുറിച്ചാണ്. നിലവിൽ 3.51% ഒരു ഇടിവാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്റ്റോക്ക് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഒരു ഇടിവ് രേഖപ്പെടുത്തി വന്നിരുന്നെങ്കിലും കഴിഞ്ഞ ഒരു മാർച്ച് മാസത്തിൽ 9% ഒരു നേട്ടം രേഖപ്പെടുത്തിയാണ് സ്റ്റോക്ക് നിൽക്കുന്നത്. സ്റ്റോക്കിൻ്റെ ഒരു ബോട്ടം ആണെന്ന് തോന്നുന്നു ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ലോങ് ടൈം വ്യൂ എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി ജിയോഫിൻ നമ്മൾ എൻറ്റയർ ഫൈനാൻഷ്യൽ സെക്ടർ നോക്കിക്കഴിഞ്ഞാൽ അണ്ടർ പെർഫോമൻസ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്റ്റോക്കിൽ നമുക്ക് മാർച്ച് മാസത്തിൽ ഒരു റിക്കവറി കാണാൻ സാധിച്ചെങ്കിലും അതിനെ ഞാൻ വെറും ഷോർട്ട് കവറിംഗ് ആയിട്ട് മാത്രമേ വിലയിരുത്തുന്നുള്ളൂ. നമ്മളിപ്പോൾ എൻറ്റയർ ഫൈനാൻഷ്യൽ സർവീസസ് സ്പേസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബജാജ് ട്വിൻസ്, ചോളമണ്ഡലം ഫിനാൻസ്, ശ്രീറാം ഫൈനാൻസ് മുതലായ സ്റ്റോക്സിലൊക്കെ ഒത്തിരി ഹെവി ബൈയിങ് ഇൻട്രസ്റ്റ് ആയിരുന്നു കാണാൻ സാധിച്ചത്. ഇൻഫാക്ട് ഇന്നലെ ഞാൻ മാർക്കറ്റ് ഓവറോൾ ഒന്ന് സ്റ്റഡി ചെയ്യുന്ന സമയത്ത് എനിക്ക് L&T ഫൈനാൻസിൽ ഒരു നല്ല ബുള്ളിഷ് സെറ്റപ്പ് കാണാൻ സാധിച്ചിരുന്നു. പൂനാവാല ഫിൻകോർപ്പ് ഇതുപോലെ തന്നെ ഒത്തിരി മാസങ്ങളായിട്ട് അണ്ടർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണ്. ബട്ട് പൂനാവാല ഫിൻകോർപ്പിന്റെ കേസിൽ പോലും നമുക്ക് ലോങ് ടേമിൽ ഒരു ട്രെൻഡ് റിവേഴ്സലിന് ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. സോ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് വേണം ഈ എൻറ്റയർ സെക്ടറിൽ നമ്മൾ ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. അടുത്തൊരു സ്റ്റോക്ക് ചോദിക്കാനുള്ളത് സുസ്ലോണിനെ പറ്റിയാണ്. 3.7% ഒരു ഇടിവ് രേഖപ്പെടുത്തി 55 എന്നുള്ളൊരു പ്രൈസിലാണ് സുസ്ലോൺ ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ സ്റ്റോക്കിൽ ഒരു 13% ഒരു നേട്ടം രേഖപ്പെടുത്താൻ സ്റ്റോക്കിന് സാധിച്ചിട്ടുണ്ട്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സുസ്ലോണിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയർഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ട് കാണുന്നത്. ഇതിൽ ആദ്യം തന്നെ നമ്മൾ ഓർക്കേണ്ടത് ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. സോ ഒത്തിരി വോളറ്റിലിറ്റിക്ക് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ഈ സ്റ്റോക്കിന്റെ ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നത് 51 രൂപയിൽ. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയർഷായി മാറും. ഈ ആഴ്ചത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 2 റെസിസ്റ്റൻസ് ലെവൽ, ആദ്യത്തെ 60 രൂപ, അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീടുള്ള മേജർ റെസിസ്റ്റൻസ് 62 രൂപയിലാണ് കാണുന്നത്. ഈ 2 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ പുതിയ ബൈക്ക് ഇൻട്രസ്റ്റ് വരാൻ ഹൈ പോസിബിലിറ്റി കാണുന്നുണ്ട്. അടുത്തൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് സൊമാറ്റോ ആണ്. സൊമാറ്റോ നിലവിൽ നോക്കുമ്പോൾ 0.1% ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 210 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സൊമാറ്റോയിൽ താങ്കൾ ഇനി വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? അൺഫോർച്ചുനേറ്റ്ലി സൊമാറ്റോയുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. കറന്റ് ലെവൽസിൽ എനിക്ക് പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു അവസരം കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ ആദ്യം തന്നെ 225 അതിനുശേഷം 245 റെസിസ്റ്റൻസ് ലെവൽസ് ബ്രേക്ക് ചെയ്യണം. ഈ സ്റ്റോക്കിന്റെ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് കാണാൻ സാധിക്കുന്നത് 198 രൂപയിൽ. സാർ അടുത്തൊരു സ്റ്റോക്ക് നമ്മൾ നോക്കാനുള്ളത് ട്രെൻഡാണ്. ട്രെൻഡിൻ്റെ ഒരു ഓഹരി നോക്കുമ്പോൾ 1.98% ഒരു ഇടിവാണ് ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ കാണാൻ സാധിക്കുന്നത്. 5562 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിൻ്റെ ഒരു പാസ്റ്റ് ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഒരു ഇടിവ് രേഖപ്പെടുത്തി ക്ലോസ് ചെയ്ത സ്റ്റോക്ക് എന്തായാലും മാർച്ച് മാസമാകുമ്പോൾ ഒരു 9% നേട്ടം രേഖപ്പെടുത്തിയാണ് ഇപ്പോൾ ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ട്രെൻഡിന്റെ കേസിൽ കഴിഞ്ഞ ഒരു 5-8 മാസത്തിനിടെ വലിയൊരു സെൽ ഓഫ് ആയിരുന്നു കാണാൻ സാധിച്ചത്. ബട്ട് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഈ സ്റ്റോക്ക് 4800 രൂപയ്ക്ക് അടുത്ത് വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ബേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു ഷോർട്ട് കവറിങ്ങും അതിനുശേഷം ഒരു നേരിയ ബൈയിങ് ഇൻട്രസ്റ്റും കാണാൻ സാധിച്ചിരുന്നു. ബട്ട് ഈ സ്റ്റോക്കിൽ എനിക്ക് തോന്നുന്നത് താമസിക്കാതെ ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. അങ്ങനെ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ടെങ്കിൽ 5100 5200 ഈ ഒരു റേഞ്ചിലായിരിക്കും നമ്മൾ സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്ന് സ്ഥിരീകരിക്കേണ്ടത്.
ഇന്നത്തെ ട്രേഡിൽ എനിക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. സാർ അടുത്തൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് ഇമാമി ലിമിറ്റഡ് ആണ്. ഇമാമി ലിമിറ്റഡ് നോക്കുമ്പോൾ 2.95% ഒരു നേട്ടമാണ് കഴിഞ്ഞ ഒരു ട്രേഡിംഗ് ഡേയിൽ നമുക്ക് കാണാൻ സാധിച്ചത്. 592 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസിലാണ് സ്റ്റോക്ക് നിലവിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഇമാമിയുടെ കേസിലും നമ്മൾ ഓർക്കേണ്ടത് ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് കഴിഞ്ഞ ഓഗസ്റ്റിന് ശേഷം ഈ സ്റ്റോക്കിൽ വലിയൊരു സെൽ ഓഫ് ആയിരുന്നു നടന്നിരിക്കുന്നത്. ഈ സ്റ്റോക്കിൽ കാര്യമായിട്ടൊരു ലിക്വിഡിറ്റി എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിൽ തീർച്ചയായിട്ടും കഴിഞ്ഞ 2-3 ആഴ്ചക്കിടെ ഒരു ഷോർട്ട് കവറിങ് നടന്നിട്ടുണ്ട്. ബട്ട് ഈ സ്റ്റോക്കിൽ നമുക്ക് ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കണമെങ്കിൽ ഈ സ്റ്റോക്ക് ആദ്യം തന്നെ 632 അതിന് ശേഷം 665 റെസിസ്റ്റൻസ് ലെവൽസ് ബ്രേക്ക് ചെയ്യണം. താങ്ക് യു സാർ, ഇത്രയും വിവരങ്ങൾ മാർക്കറ്റ് പ്ലസിന് വേണ്ടി ഷെയർ ചെയ്തതിന്. ഇതോടെ മാർക്കറ്റ് പ്ലസിൻ്റെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. നിങ്ങൾക്ക് കൂടുതൽ എക്സ്പേർട്ട് ഒപ്പീനിയനുമായിട്ടുള്ള പല പ്രോഗ്രാമുകളും മൈഫിൻ ടി വിയിൽ ലഭ്യമാണ്. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും മൈഫിൻ ടി വിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.